ഹായ്. 4/11/2023 ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയി. എങ്ങോട്ടാണെന്നോ? അങ്ങ് വയനാട്. അപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. രാവിലെ ഒരു 5:30ക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. കാറിലാണ് നമ്മൾ പോയത്. ഏകദേശം ഒരു 5 മണിക്കൂറിൻ്റെ ട്രാവലാണ് ഉള്ളത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വയനാട്ടിലേക്ക്. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മലപ്പുറം ഭാഗത്തൊരു റെസ്റ്റോറൻ്റാണ്, പേരൊന്നും ഓർമ്മയില്ല. അപ്പോൾ ആദ്യം നെയ് റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ സെറ്റാക്കി തന്നതാണ്. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നിട്ട് ഏട്ടനും കുഞ്ഞാണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് വണ്ടി ഓടിച്ചത്. ഞാനും പിന്നെ ഉണ്ണിയൊക്കെ നല്ല ഉറക്കത്തിലായി. ഉറക്കം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ബ്ലോക്ക് പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ചെറിയ റോഡാണ്, പിന്നെ അതും കൂടാണ്ട് റോഡ് പണി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയായപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്ന് ലാഗായിപ്പോയി ഞങ്ങൾ. വയനാടിനെ കുറിച്ചുള്ള ചെറിയൊരു ജനറൽ നോളജ് ഞാൻ പറഞ്ഞിട്ടെ. കേരളത്തിലെ 12ാമത്തെ ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല. കോഴിക്കോട്, കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാടിന് രൂപം കൊടുത്തത്. കർണാടക, തമിഴ്നാട് സ്റ്റേറ്റായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പ് ഞങ്ങൾ പോയത് പൂക്കോട് ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ +2 പഠിക്കുമ്പോൾ വയനാട്ടിലേക്ക് ആദ്യം വന്നിട്ടുണ്ട്. ഒരു 10-11 കൊല്ലമായിട്ടുണ്ടാവും. അപ്പോൾ അന്നത്തെ കുറേ ഓർമ്മകളൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓരോന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഫാമിലീസ് ഉണ്ടായിരുന്നു, വേറെ സ്കൂൾ ട്രിപ്പായിട്ട് കുട്ടികൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂക്കോട് ലേക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോട്ട് യാത്രയാണ്. നമുക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം, എത്ര സീറ്റുള്ളത് സെലക്ട് ചെയ്തിട്ട് പോവാം. ഞങ്ങൾ ആദ്യം പോകാമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട, ഉണ്ണിയൊക്കെ ഉള്ളതല്ലേ, റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ബോട്ട് യാത്ര ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ലേക്കിന് ചുറ്റും നമുക്കൊരു റൗണ്ട് അടിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റായിരുന്നു. അധികം തണുപ്പില്ല, എന്നാൽ അധികം ചൂടുമില്ല. അങ്ങനത്തെ നല്ല നൈസായിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് സാധിച്ചു. പൂക്കോട് ലേക്കിനോട് ബൈ ബൈ പറഞ്ഞ് ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ വന്നു. ബിരിയാണി ആൻഡ് ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. നല്ല അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഉണ്ണിക്ക് ഭക്ഷണം കൊടുത്ത് ഞാനും കഴിച്ചു. പിന്നെ ഒരു ബ്രൗണിയും കൂടി ഓർഡർ ചെയ്തു. കഴിഞ്ഞ് കണ്ട കാഴ്ചയാണിത്. ഫുൾ മൂടൽമഞ്ഞ്, നല്ല മൂടൽമഞ്ഞായിരുന്നു. ഞാൻ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. മൂടൽമഞ്ഞ് കഴിഞ്ഞപ്പോൾ മഴ ചെറുതായി പെയ്യാനായിട്ട് തുടങ്ങി. ആ ചെറുതായി പെയ്യാനായിട്ട് തുടങ്ങിയ മഴ പിന്നെ നല്ല മഴയായിട്ട് മാറി. ക്ലൈമറ്റ് പെട്ടെന്നൊരു ചേഞ്ചായിരുന്നു സംഭവിച്ചത് കേട്ടോ. നമ്മുടെ അടുത്ത സ്ഥലം എത്തുമ്പോഴേക്കും മഴയൊക്കെ മാറി ക്ലൈമറ്റ് വീണ്ടും പഴയ പോലെ നല്ല ക്ലൈമറ്റായിട്ട് മാറി. നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബാണാസുര സാഗർ ഡാം ആണ് കേട്ടോ. ആയിരത്തി 1979 ഈ ഡാം നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്റർ നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമും ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഡാമുമാണ് ബാണാസുര ഡാം. ഈ ബാണാസുരൻ ആരാണെന്നറിയോ? നമ്മുടെ സ്വന്തം മഹാബലിയുടെ മകനാണ് ബാണാസുരൻ.
അവിടെ നമ്മൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തു. വേറെ എവിടേക്കും പോകാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. സോ നേരെ ഡയറക്റ്റ് ആയിട്ട് ഹോട്ടലിൽ പോയി ഒരു ചെറിയ റൂം ടൂർ. ഫസ്റ്റ് നല്ലൊരു വലിയ ഹാളുണ്ട്, 2 റൂമാണുള്ളത്. ഫസ്റ്റ് റൂം, സെക്കൻഡ് റൂം, ഈ റൂമാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. ആൻഡ് കിച്ചൺ, നല്ല സൗകര്യങ്ങളുള്ള കിച്ചണായിരുന്നു. ഉണ്ണിയുള്ള കാരണം ഉണ്ണിക്ക് പാലൊക്കെ ആക്കാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു. ഞങ്ങൾ താമസിച്ച സ്ഥലമാണ് സാൻഡ് ബാഗ് റെസിഡൻസി. നിങ്ങൾ വയനാട് പോകുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോകുമ്പോഴും അല്ലാതെയും പോകുമ്പോഴും സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. സെക്കൻഡ് ഡേ ഞങ്ങൾ ഫസ്റ്റ് പോയത് എടക്കൽ കേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ +2 പഠിക്കുമ്പോൾ ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ 10 കൊല്ലമൊക്കെ ആയല്ലോ, അപ്പോൾ അധികം ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഏറ്റവും മേലെ വരെ പോകണം കേട്ടോ എന്നൊക്കെ. വലിയ കാര്യം ഞാൻ വെറുതെ തട്ടിവിട്ടതാണ്, ശരിക്കും ഏറ്റവും മേലെ വരെ പോകുന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കൽ കേവ്സ്, ഈ ഇടയ്ക്കൽ കേവ്സ് എന്ന പേര് വരാനുണ്ടായിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ. 2 പാറയുടെ നടുവിൽ ഉണ്ടായ വിള്ളലിലേക്ക്, അതിൻ്റെ ഇടയിലേക്ക് മുകളിൽ നിന്ന് വീണ് കിടക്കുന്ന ഒരു വലിയ കല്ല്, അങ്ങനെയാണ് ആ കേവ്സ് ഉണ്ടായിട്ടുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള കേവ്സ് ആണ്, മാൻമെയ്ഡ് കേവ്സ് അല്ല. സോ അങ്ങനെ നാച്ചുറലായിട്ട് അങ്ങനെ ഇടയിലേക്ക് പാറ വീണിട്ടുണ്ടായത് കൊണ്ടാണ് ഇടയ്ക്കൽ കേവ്സ് എന്നുള്ള പേര് വന്നത് കേട്ടോ. അമ്പുകുത്തി മലയുടെ മുകളിലാണ് ഈ കേവ്സ് ഉള്ളത്. 1901 മലബാറിൻ്റെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള ഫ്രെഡ് ഫോസറ്റ് ആണ് ആദിവാസികളുടെയും ഒക്കെ സഹായത്തോടെ കാട് വെട്ടി അവിടേക്ക് വഴി ഉണ്ടാക്കിയത് കേട്ടോ. ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ നടത്തവും ഒരു 400ഓളം സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വീക്കെൻഡാണ് നമ്മൾ പോയത്. അതും കൂടാതെ സ്കൂൾ ട്രിപ്പിൻ്റെ ടൈമാണ്. കർണാടകത്തിലെ കുറേ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. മലയാളീസ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കുട്ടികളും വേറെ ഫാമിലീസൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒന്നാമത് മല കയറണം, രണ്ടാമത് ഈ തിരക്കും ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് നമ്മൾ മേലേക്ക് കയറി എത്തിയത്. ഗുഹയിലുള്ളത് സ്റ്റോണേജ് കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിലെന്ന് കരുതുന്ന ശിലാലിഖിതങ്ങളാണ്. ലൈൻസ്, വരകൾ പോലെയാണ് നമുക്ക് തോന്നുക. നമുക്കതിനെ പ്രത്യേകിച്ച് എന്താണെന്ന് അറിയില്ല. പക്ഷെ പണ്ടത്തെ ആളുകൾ ഒക്കെ നോക്കുമ്പോഴാണ് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് 2 പാറകൾക്കിടയിലേക്ക് വേറൊരു കല്ല് വന്നിട്ടുള്ള ഗുഹ. നമ്മൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല, കണ്ടു. തിരക്കായ കാരണം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നേരെ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. കുറേ കുട്ടികളും ഫാമിലീസൊക്കെ ആയി നല്ല തിരക്കായിരുന്നു. പിന്നെ അട്ടയുടെ ശല്യം ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ചില കുട്ടിയുടെ കാലുമെന്നൊക്കെ ചോര വരുന്നൊക്കെ ഉണ്ടായിരുന്നു. മേലെ വന്ന് നോക്കുമ്പോൾ ഇത്രയും നേരം കയറിയതിൻ്റെ കാണുന്ന കാഴ്ചകൾ കുറച്ച് നല്ല മനോഹരമായിരുന്നു. ബാക്കിൽ കൂട്ടം കൂടി നിൽക്കുന്നത് അട്ടേനെ കണ്ടിട്ടുള്ളതിൻ്റെയാണ് കേട്ടോ. പിന്നെ കണ്ടു കുറേ ആളുകളാണ്, അധികം സ്ഥലമൊന്നുമില്ല നമുക്കവിടെ. നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങി. പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പോലെ ഈ സ്ഥലത്തെ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സ്റ്റെപ്സൊക്കെ നല്ല പോലെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി.
എടയ്ക്കൽ കേവ്സിനോട് ബൈ ബൈ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ജെയിൻ ടെമ്പിൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സുൽത്താൻ ബത്തേരിയിലുള്ള ജെയിൻ ടെമ്പിളിൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മൊനുമെൻറ്റിന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. 13th സെഞ്ച്വറിയിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കുടിയേറിയ ജൈന മതക്കാർ നിർമ്മിച്ച ഒരു ടെമ്പിളാണിത്. അപ്പോൾ കല്ലിൽ കൊത്തുപണികൾ കാണാൻ സാധിക്കും. പൂക്കളും പിന്നെ അതുപോലെ തന്നെ ആൾരൂപങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കൊത്തുപണികൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ടിപ്പു സുൽത്താൻ ആക്രമിച്ചിട്ട് ഈ ടെമ്പിളിനെ എന്ത് ചെയ്തു, വെടിമരുന്ന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു ഗോഡൗൺ പോലെ ഉപയോഗിച്ചിരുന്നു അത്രേ. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ് ഈ ക്ഷേത്രം. ഈ ജൈനിസം അവർ മെയിൻലി നോൺ വയലൻസ് നല്ല പോലെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് പോലും അവർ കഴിക്കില്ല. അത് അവരുടെ പ്ലാന്റ്സിനെ റൂട്ടോടുകൂടി നമ്മൾ പറിച്ചെടുക്കല്ലേ. അപ്പോൾ അതിൻ്റെ ജീവൻ കളയുന്ന കാരണം അതുപോലും കഴിക്കാത്ത ആളുകളാണ് ഈ ജൈനിസം ഫോളോ ചെയ്യുന്നവർ. നമ്മൾ ജസ്റ്റ് എല്ലാതൊന്നും കണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കൂടുതൽ നേരം സ്പെൻഡ് ചെയ്ത് കാണാനായിട്ടുള്ളതായിട്ടൊന്നുമില്ല. പക്ഷെ അവിടെയുള്ള ആളുകൾ കുറേ പേരൊക്കെ അവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ട്രിപ്പിലെ ലാസ്റ്റ് മെയിൻ ആയിട്ടുള്ള സ്പോട്ടായിരുന്നു വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി മുത്തങ്ങ. കർണാടക തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിലുള്ള 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഈ മുത്തങ്ങ. 345 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ സംരക്ഷിത വനപ്രദേശത്തിന്. അപ്പോൾ ഈ കാണുന്നത് അവിടെയുള്ള മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ട് പോയതാണ് കാട്ടിലൂടെയുള്ള സഫാരി. ജീപ്പും ഉണ്ട്, ബസ്സും ഉണ്ട്. നമ്മൾ ജീപ്പ് ഓപ്റ്റ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അവസാനം ബസ്സിലാണ് പോകാനായിട്ട് കിട്ടിയത്. അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ജീപ്പിൽ പോയി അത്രയും പൈസ കൊടുത്ത് കാണാനായിട്ടുള്ള കാഴ്ചകളൊന്നും തന്നെ ഞങ്ങൾ കണ്ടില്ല. ബസ്സിൽ യാത്ര ഞങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു ആനേനെ കണ്ടു. അപ്പോൾ ആന, ഹായ് സൂപ്പർ. പിന്നെയും കുറച്ച് പോയപ്പോൾ വീണ്ടും അടുത്തതായിട്ട് ഒരു ആനേനെ കണ്ടു. ഹായ് അടുത്ത ആന. പിന്നീടാണ് മനസ്സിലായത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ആനകളെ അവർ ഇടയിലിടയിൽ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ ആളുകൾക്ക് ഇത്രയും പൈസ കൊടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണാനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓരോ ആനകളെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ആനകളെ കൂടാതെ കുറച്ച് മാനുകളെ കണ്ടു, കുറച്ച് കുരങ്ങന്മാരെ കണ്ടു, കുറച്ച് പക്ഷികളെ കണ്ടു. ഇത്ര മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. കൂടുതൽ പ്രതീക്ഷിച്ച് പോയാലൊന്നും കൂടുതലൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഒന്നാമത് പകലാണ്, രണ്ടാമത് ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഏത് മൃഗങ്ങളായാലും ഓടിപ്പോവും. അപ്പോൾ അത്ര തന്നെയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. വയനാട്ടിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. ഭാഗ്യയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിപ്പ് ലൈനിൽ പോകണമെന്നുള്ളത്. ഞങ്ങൾ അവസാനം വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് 6 മണിയോടുകൂടി ആയപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സ്ഥലം കണ്ട് എന്തായാലും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടേക്ക് പോയത്. അപ്പോൾ അവസാനമായിട്ട് അവർ ജീപ്പിൽ ഞങ്ങൾ മേലേക്ക്, ഭയങ്കര ട്രക്കിങ്, ഭയങ്കര റൈഡായിരുന്നു, മേലേക്ക് കൊണ്ടുപോയത് ഞങ്ങളെയാണ്. ആൻഡ് അവസാനമായിട്ട് സിപ്പ് ലൈനിൽ പോയത് എനിക്ക് തോന്നുന്നു ഭാഗ്യ തന്നെയാണ്. ആൻഡ് അതോടുകൂടി ഭാഗ്യയുടെ ആഗ്രഹം സാധിച്ചു. ഞങ്ങളുടെ
ആ ഒരു വയനാട് ട്രിപ്പ് നല്ലപോലെ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ സിപ്പ് ലൈനിൽ അങ്ങനെ അങ്ങോട്ട് പോയതുപോലെ തന്നെ തിരികെ ഇങ്ങോട്ടും കൂടി വന്ന് ആ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സോ ഇത്രയും നേരം എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് കണ്ടതിന് താങ്ക് യു. വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്. നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ബൈ. I will see you in the next video.